മധുകരവൃത്തി, ധർമാർത്ഥ കാമ മോക്ഷങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും അല്ലേ? സ്വന്തം ധർമ്മം അത് എന്തു തന്നെ ആയാലും കൃത്യതയോടെയും ആത്മാർത്ഥതയോടും കൂടി ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ നിന്ന് അർത്ഥം, അതായത് ധനം സമ്പാദിക്കാം. എല്ലാ ആഗ്രഹങ്ങളും കാമം സാധിക്കാനാണ് ധനം. പൂർണ്ണമായി മതിയാവുമ്പോഴേ മോക്ഷത്തിന് അർഹതയുള്ളൂ. എന്തു തരം പ്രവൃത്തി ചെയ്താണ് ധനം ഉണ്ടാക്കേണ്ടത്? ഒരു തേനീച്ച പൂക്കളിൽ നിന്ന് തേൻ ശേഖരിക്കുന്നത് പോലെയുള്ള പ്രവൃത്തി. തേനീച്ച പൂക്കളെ നശിപ്പിക്കുന്നില്ല, നേരെ മറിച്ച് പൂക്കളെ പരാഗണത്തിന് സഹായിക്കുക കൂടി ചെയ്ത ശേഷം മാത്രമാണ് തേൻ ശേഖരിക്കുന്നത്. അങ്ങനെ ശേഖരിച്ച തേൻ തൻ്റെ വിശപ്പടക്കാൻ ആവശ്യത്തിന് ഭക്ഷിച്ച ശേഷം മിച്ചം വരുന്നത് മറ്റുള്ളവർക്കായി സ്വന്തം കൂട്ടിൽ സൂക്ഷിച്ചു വെക്കുന്നു. പ്രകൃതിയെയും ആവാസ വ്യവസ്ഥയെയും ചുറ്റുള്ള ഒന്നിനെയും നശിപ്പിക്കാതെ മനോഹരവും ഉദാത്തവുമായൊരു പ്രവൃത്തിയാണിത്. ഏകദേശം 7000 വർഷങ്ങൾക്ക് മുൻപ് വേദങ്ങളിൽ ഋഷിമാർ നിർദ്ദേശിച്ച മധുകര വൃത്തി. ഇതാണ് ഹിന്ദു എക്കണോമിക്സിൻ്റെ അടിസ്ഥാനം. ഇനി എന്തിനാ ധനം? അടുത്ത തലമുറകൾക്ക് കൈകാര്യം ചെയ്യാനും കൈമാറാനും മാത്രമല്ല ധനം സമ്പാദിക്കേണ്ടത്. സ്വന്തമായി ഉണ്ടാക്കിയ ധനം കൊണ്ട് സ്വന്തം ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമേ ആത്മസംതൃപ്തി ലഭിക്കുകയുള്ളൂ. മക്കൾക്ക് ഈ സംതൃപ്തി ലഭിക്കാനുള്ള അവസരം നിഷേധിക്കാനും പാടില്ല. മിച്ചം വരുന്ന ധനത്തിൻ്റെ ശരിയായ വിനിയോഗം ആപത്ത് കാലത്ത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നാണ് ഹിന്ദു സങ്കല്പം. ദേവാലയങ്ങളായിരുന്നു ആ സമ്പത്ത് സൂക്ഷിച്ചിരുന്ന സ്ഥലം. അതിൻ്റെ ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് നിധിശേഖരം. ഹിന്ദുവിൻ്റെ ധർമ്മത്തിൻ്റെയും ധനത്തിൻ്റെയും പ്രതീകമാണ് മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും. പക്ഷേ ധർമ്മത്തിൻ്റെ പ്രതീകമായ വിഷ്ണുവിൻ്റെ കാൽക്കലാണ് ധനത്തിൻ്റെ പ്രതീകമായ മഹാലക്ഷ്മിയുടെ സ്ഥാനം. ധനം ധർമ്മത്തിൻ്റെ തലയിലാവാൻ പാടില്ല എന്നർത്ഥം. തലയുടെ മുകളിൽ കയറിക്കാൻ പാടില്ല എന്ന്. ഇതാണ് മധുകര വൃത്തി എന്ന ഹിന്ദു എക്കണോമിക്സിൻ്റെ രത്ന ചുരുക്കം. എന്ത് മനോഹരമായിട്ടാണ് നമ്മുടെ പുരാണങ്ങളിലും ഉപനിഷത്തുക്കളിലും ഓരോ കാര്യങ്ങളും, അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഓരോ കാര്യങ്ങളും എത്ര ഭംഗിയായിട്ടാണ് പരാമർശിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് അഭിമാനിക്കാം.